ഗൈസ്, സോ ഇത് നമ്മുടെ വ്ളോഗല്ല, ബട്ട് കുറേ ആൾക്കാരുടെ ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണ്. അതായത് എൻ്റെ DM-ൽ വന്നിട്ട് ചോദിച്ച കുറേ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതായത് ബിടെക് എങ്ങനെയാണ്, ടഫാണോ, പഠിക്കാൻ എങ്ങനെയാണ്, മാത്സ് വീക്കുള്ള ആൾക്കാർക്ക് പഠിക്കാൻ പറ്റുമോ, അങ്ങനെയുള്ള കുറേ ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ചും ഗേൾസ് ആണെന്ന് തോന്നുന്നു എനിക്ക് കൂടുതലും ചോദിച്ച് കണ്ടത്. ആൻഡ് അതും കൂടാണ്ട് കോളേജ് ഡീറ്റെയിൽസും എൻക്വയറീസും കോളേജിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഐ എം സോ ഹാപ്പി ദാറ്റ് യു ആസ്ക്ഡ്. ബട്ട് എനിക്ക് റീപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടില്ല. ബിക്കോസ് ഞാൻ കഴിഞ്ഞ ഒരു 1 month ആയിട്ട് എക്സാമിൻ്റെ ബാക്കിലായിരുന്നു ഗൈസ്. എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡാമൻ എക്സാംസ്, സോ ബിസി ആൻഡ് ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള അങ്ങനെ 1 month കഴിഞ്ഞു. കോളേജിൽ 1 വർഷവും ഫിനിഷായി. ഇപ്പോൾ വെക്കേഷനാണ്. 2 ദിവസമായി. ആൻഡ് 2 ദിവസമായിട്ട് ഇങ്ങനെ സ്വിച്ചിരിക്കുകയാണ്. അതായത് ഞാൻ വീഡിയോസും ചെയ്തിട്ടില്ല ആൻഡ് വേറൊരു കാര്യവും ചെയ്യാനുണ്ടായിട്ടുമില്ല. യുനോ ആ ഒരു സ്ട്രെസ്സൊക്കെ ഇങ്ങനെ തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു. സോ നമ്മൾ കാര്യത്തിലേക്ക് വരാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ബിടെക് ടഫാണോ? അപ്പോൾ അതിനുള്ള ഉത്തരം എന്താണെന്ന് വെച്ചാൽ ബിടെക് ശരിക്കും ടഫാണ്. അതിപ്പോൾ ഞാൻ പറഞ്ഞില്ലെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. ബിടെക് പഠിക്കുന്ന എല്ലാ സ്റ്റുഡൻസ് പറയുന്നുണ്ട് ബിടെക് ടഫാണ് എന്നുള്ളത്. പിന്നെ ഡിപ്പെൻഡ്സ് ഓൺ നിങ്ങൾ അതിൻ്റെ സ്പെഷ്യലൈസേഷൻ ഡിപ്പെൻഡ് ചെയ്തിട്ടിരിക്കും. ഇപ്പോൾ CS ആണെങ്കിൽ CS ടഫാണ്. ആൻഡ് ഓൾസോ ഞാനാണെങ്കിൽ ഇപ്പോൾ AI ആൻഡ് ഡാറ്റ സയൻസ് ആണ് പഠിക്കുന്നത്. സോ 1 year ആയിട്ടുള്ളൂ. ഞാനിപ്പോൾ ബിടെക് എടുത്തിട്ട് 1 year കഴിഞ്ഞു. ആൻഡ് നമുക്ക് CS എൻ്റെ പൊന്നോ, ബാഡ് ലക്ക് എന്ന് പറയുന്ന സാധനം എന്നെ ഇങ്ങനെ ഹണ്ട് ചെയ്യുകയാണെന്ന് തോന്നുന്നു. സ്റ്റോറേജ് ഫുള്ളായിട്ട് മര്യാദയ്ക്ക് വീഡിയോ എടുക്കാൻ വരെ പറ്റുന്നില്ല. ഇനിയിപ്പോൾ എന്താ ചെയ്യൽ? ഓക്കെ, നമുക്ക് കാര്യത്തിലേക്ക് വരാം. നമ്മളെന്തായിരുന്നു ലാസ്റ്റ് പറഞ്ഞത്? ബിടെക്കും AIDS-ഉം CSCയും ഫസ്റ്റ് ഇയർ സെയിം ആണ് നമുക്ക്. ഓക്കെ, അപ്പോൾ എൻ്റെ ഫസ്റ്റ് ഇയർ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്ട്രെസ്ഫുൾ ആണ്, അല്ലാതെ ഒരിക്കലും പറയാൻ പറ്റില്ല. എക്സാം നമുക്കില്ലേ എങ്ങനെയെന്ന് വെച്ചാൽ മൊത്തത്തിൽ പഠിക്കാൻ മാത്രമേ ഉള്ളൂ. എപ്പോൾ നോക്കിയാൽ ഒരു 2 days കൂടുമ്പോൾ ഇങ്ങനെ എക്സാംസ് വന്നുകൊണ്ടേയിരിക്കും. ചിലപ്പോൾ അത് ക്ലാസ് ടെസ്റ്റ് ആയിരിക്കും, ചിലപ്പോൾ സീരീസ് എക്സാം ആയിരിക്കും, അങ്ങനെയൊക്കെ ആയിരിക്കും. നമുക്ക് ഒരു ഹാഫ് ഇയർ ആകുമ്പോഴത്തേക്കാണല്ലോ സെം എക്സാം വരുന്നത്. അപ്പോൾ അതിനിടയിൽ 2 സീരീസ് എക്സാമും കുറേ ക്ലാസ് ടെസ്റ്റൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ആ ക്ലാസ് ടെസ്റ്റിന് മര്യാദയ്ക്ക് പഠിച്ചില്ലെങ്കിൽ സെം എക്സാമിന് നമുക്കത് എല്ലാം കൂടെ ഒന്നിച്ച് കവർ ചെയ്യാൻ പറ്റൂല. 100% ഞാൻ ഉറപ്പിച്ച് പറയാണ്, നമുക്ക് സെം എക്സാമിന് കവർ ചെയ്യാൻ വേണ്ടി പറ്റൂല. ഓക്കെ, അപ്പോൾ നിങ്ങൾ അത്യാവശ്യം ഒരു ആവറേജ് സ്റ്റുഡൻസ് ഒക്കെ ആണെങ്കിൽ ആ ഒരു സീരീസ് എക്സാമിൻ്റെ സമയത്ത് നന്നായിട്ട് പഠിച്ചു. ആ ഓരോ മൊഡ്യൂള്, അതായത് നമുക്ക് ഒരു 4 modules ആണ് ഒരു സെമ്മിൽ ഒരു സബ്ജക്റ്റിൽ വരുന്നത്. ഒരു 4 modules ഉണ്ടാവും. ആ സമയത്ത് ഇവർ എക്സാം എടുക്കുന്ന സമയത്ത് പഠിച്ചിട്ടില്ലെങ്കിൽ സെം എക്സാമിന് നിങ്ങൾക്ക് എന്തായാലും കവർ ചെയ്യാൻ വേണ്ടി പറ്റൂല. അപ്പോൾ ആ ഒരു സമയത്ത് എന്തായാലും നിങ്ങൾ പഠിക്കണം. പഠിക്കേണ്ട സമയത്ത് പഠിച്ചു കഴിഞ്ഞാൽ റിഗ്രറ്റ് ചെയ്യില്ല എന്ന് പറയുന്നതാണ് എനിക്ക് പറയാനുള്ളത് പേഴ്സണലി. സോ ഫസ്റ്റത്തെ സെമ്മിലൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നമ്മൾ ഓരോ എക്സാംസ് വരുമ്പോൾ ഇങ്ങനെ പഠിച്ച് പോവുമായിരുന്നു. ബട്ട് സെക്കൻഡ് സെമ്മിൽ കുറച്ചൊന്ന് ഉഴപ്പിയിട്ടുണ്ടായി ഗസ്. ഓക്കെ, ബട്ട് പ്രശ്നമില്ലായിരുന്നു. എനിക്ക് അങ്ങനെയാണ് തോന്നുന്നത്. ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്, ഒരു വലിയ ടോപ്പറൊന്നും അല്ല. ആൻഡ് ഒരു ആവറേജ് സ്റ്റുഡൻ്റ് ആണ്. അബോവ് ആവറേജും അല്ല, ബിലോ ആവറേജും അല്ല, അങ്ങനെയുള്ള ഒരു ഇതാണ്. സോ അങ്ങനെയുള്ളവരാണെങ്കിൽ മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ഇത് നമുക്ക് ഫേസ് ചെയ്യാൻ പറ്റും. ലൈക്ക് ഫസ്റ്റ് ഇയർ ആണെങ്കിൽ അത്ര ടഫ് ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. കൂടുതൽ ആൾക്കാരും അങ്ങനെ തന്നെയാണ് പറയുന്നത്. അതൊരു ബേസാണ്, നമുക്ക് എഞ്ചിനീയറിങ്ങിൻ്റെ ബേസാണ് ഫസ്റ്റ് ഇയർ എന്ന് പറയുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയറിൽ തന്നെ നമ്മൾക്ക് കുറച്ചൊക്കെ സ്ട്രഗിൾ ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്യും. ഈ സ്ട്രഗിൾ ചെയ്യുമ്പോൾ നമ്മളതൊന്ന് സർവൈവ് ചെയ്യാൻ പഠിക്കും. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഓരോ ഇയേഴ്സ് വരുമ്പോഴത്തേക്കും നമ്മളതിങ്ങനെ ഫേസ് ചെയ്ത് പോകും. എന്തായാലും നമുക്ക് നമ്മുടെ ഫ്യൂച്ചർ ഗോൾ എന്ന് പറയുന്നത് എഞ്ചിനീയറിംഗ് ആണ്. അത് അച്ചീവ് ചെയ്യണം, ഒരു എഞ്ചിനീയർ ആവണം. ഒരു ഡിഗ്രിക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ആ ഒരു ഗോൾ ഉള്ളിടത്തോളം കാലം നമ്മൾ എന്തായാലും ആ ഒരു എന്തൊക്കെ ഫേസ് വന്നു കഴിഞ്ഞാലും അത് സ്ട്രഗിൾ ചെയ്തിട്ടാണെങ്കിലും മുന്നോട്ട് പോകും. അത് ഉറപ്പാണ്. നമുക്ക് ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോകും. പിന്നെ ഫസ്റ്റ് തന്നെ ഉറപ്പിട്ടാണ് പോകുന്നതെങ്കിൽ മക്കളെ നിങ്ങൾ ആദ്യം ഒരു ഡ്രോപ്പ് ഔട്ട് ആവും. അത് ഉറപ്പാണ്. ഉഴപ്പുന്ന ആൾക്കാരാണെങ്കിൽ ഡ്രോപ്പ് ഔട്ട് ചെയ്യേണ്ടി വരും. അതായത് എക്സാമിൻ്റെ സമയത്താണെങ്കിൽ പോലും മര്യാദയ്ക്ക് പഠിക്കാത്ത ആളാണെങ്കിൽ സപ്ലിക്ക് മേലിൽ സപ്ലി വന്ന് കൂടിയിട്ട് എന്തായാലും ഫിനിഷ് ആവും. ഓക്കെ, സോ അപ്പോൾ അതൊക്കെയാണ് പറയാനുള്ളത്. പിന്നെ മാത്സിൻ്റെ കാര്യമാണ് കൂടുതൽ എനിക്ക് വരാറുള്ളത്. മാത്സിൽ വീക്കാണെങ്കിൽ എന്താവും എന്നുള്ളത്
ഞാൻ എൻ്റെ ഒരു കാര്യം പറയട്ടെ, ഞാനാണെങ്കിൽ 10th എനിക്ക് മാത്സ് എന്ന് പറഞ്ഞാൽ ഞാൻ ചത്ത് പഠിക്കുന്ന ഒരാളായിരുന്നു. 10th മാത്രമല്ല, ഞാൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് തൊട്ടിട്ട് 10th വരെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട് ഞാൻ പഠിച്ചിരുന്ന ഒരു സബ്ജക്റ്റ് മാത്സ് ആയിരുന്നു. ആൻഡ് പ്ലസ് 1 പ്ലസ് 2 എത്തിയപ്പോൾ അത് ഞാൻ ഏത് സബ്ജക്റ്റും പഠിച്ചിട്ടില്ല. അതായത് ഏത് സബ്ജക്റ്റും കൂടുതൽ ഞാൻ ഫോക്കസ് കൂടുതലെന്നല്ല, ഞാൻ ഫോക്കസ് കൊടുത്തിട്ടേ ഇല്ല. എൻ്റെ കുറച്ചൊരു കൈൻഡ് ഓഫ് വേഴ്സ്റ്റ് ഇയേഴ്സ് ആയിരുന്നു പ്ലസ് 1 പ്ലസ് 2 എന്ന് പറയുന്നത്. സോ ആ 2 ഇയേഴ്സിൽ ഞാൻ ഒരു സബ്ജക്റ്റും മര്യാദയ്ക്ക് പഠിച്ചിട്ടില്ല. സോ ആ സമയത്ത് ഞാൻ മാത്സൊക്കെ കുറച്ച് ഹെയ്റ്റ് ചെയ്യാനൊക്കെ തുടങ്ങി. കുറച്ചെന്നല്ല, അത്യാവശ്യം നല്ലൊരു ഹെയ്റ്റ് തന്നെ ആ സമയത്ത് എനിക്ക് വന്നു. ദെൻ ഞാൻ ബിടെക്കിൽ കയറിയപ്പോൾ മാത്സ് കമ്പയർ ചെയ്തിട്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു പ്ലസ് 2ലേക്കാളും മാത്സ് കുറച്ചുകൂടെ ഈസിയാണ് S1. അതായത് നമുക്ക് ഇൻ്റഗ്രേഷന്, ഡെറിവേറ്റീവ്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ തന്നെയാണ് പ്ലസ് 2ലും വരുന്നത്. ഐ മീൻ ബിടെക്കിൽ ഫസ്റ്റ് സെമ്മിൽ വരുന്നത്. ഓക്കെ, സോ അത്ര നമുക്കൊരു ഭയങ്കരത്തിലൊരു ടഫായിട്ട് തോന്നില്ല. പിന്നെ സെക്കൻഡ് സെമ്മിൽ വരുമ്പോഴാണെങ്കിൽ കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ബട്ട് സ്റ്റിൽ വി ക്യാൻ മാനേജ് ഇറ്റ്. ഓക്കെ, കുറച്ച് നന്നായി പഠിച്ചാൽ എന്തായാലും മാനേജ് ചെയ്യാൻ വേണ്ടി പറ്റും. സോ പിന്നത്തെ കാര്യം എന്താ, വേറെ എന്തായിരുന്നു ക്വസ്റ്റ്യൻസ് മറന്നുപോയി. എൻ്റെ ഫസ്റ്റ് ഇയർ ലൈഫ്, അതായത് ബിടെക്കിൽ ഫസ്റ്റ് ഇയർ ലൈഫ് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഞാൻ കുറച്ച് കൂടുതൽ ട്രാവൽ ചെയ്യുന്ന ആളാണ്. സോ അതായത് എനിക്ക് ഒരു ഡേയിൽ ഒരു 4 hours ഒക്കെ ട്രാവൽ ചെയ്യേണ്ടി വരുന്നുണ്ട്. അതായത് എൻ്റെ കോളേജിൽ റീച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് കോളേജ് കുറച്ച് ദൂരമായതുകൊണ്ട് അങ്ങനെ ട്രാവൽ ചെയ്യേണ്ട ഒരു ഇത് വരുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഡെയിലി പഠിപ്പിച്ച കാര്യങ്ങൾ നോക്കാന്നുള്ളതൊക്കെ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. ബിക്കോസ് ഞാൻ ഇവിടുന്ന് രാവിലെ 7 മണിക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ ഈവനിങ് 7 മണിയാവും. ഇതൊക്കെ കഴിഞ്ഞിട്ട് വീട്ടിലെത്തുമ്പോഴേക്ക് ചത്ത കോഴിയുടെ അവസ്ഥയാണ് എനിക്ക് ഉണ്ടാവാറുള്ളത്. ഞാൻ പിന്നെ വന്ന് കയറിയിട്ട് നേരെ വാഷ്റൂമിൽ പോകും, ഫ്രഷ് ആയിട്ട് വന്നിട്ട് ബെഡിൽ നീണ്ടു നിവർന്ന് കിടക്കും. പിന്നെ ഞാൻ എനിക്കൽ രാവിലെ ആയിരിക്കും. അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് എൻ്റെത്. ഞാൻ പഠിക്കുന്നതെന്ന് വെച്ചാൽ എക്സാമിന് തലേദിവസം സ്ഥിരം പോലെ അങ്ങനെയൊക്കെയാണ് പഠിക്കുന്നത്. അപ്പോൾ നമുക്ക് സ്റ്റിൽ ഒരു പാസ്സായിട്ട് പോവാം എന്നുള്ളൊരു ഇതിലാണ് ഉള്ളത്. ഓക്കെ, നല്ല മാർക്കല്ല, അങ്ങനെ പഠിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ പാസ്സായിട്ട് പോവാം എന്നുള്ള ഒരിത്. ഓക്കെ, ആസ് എ ആവറേജ് സ്റ്റുഡൻറ്റ്. അപ്പോൾ നന്നായിട്ട് പഠിക്കുന്ന ആളാണ്, പെട്ടെന്ന് തലയിൽ കയറുന്ന ആളാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററായിട്ട് മാർക്കൊക്കെ സ്കോർ ചെയ്യാൻ വേണ്ടി പറ്റും. സോ എൻ്റെ ലൈഫ്, ഫസ്റ്റ് ഇയർ ബിടെക് ലൈഫ് എന്ന് പറയുകയാണെങ്കിൽ കൊള്ളായിരുന്നു, അടിപൊളിയായിരുന്നു. KMCTയിലാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റ് ആണ്, അതായത് ഫസ്റ്റ് ബാച്ചാണ്, കോളേജിൻ്റെ തന്നെ ഫസ്റ്റ് ബാച്ചാണ്. സ്റ്റിൽ നമ്മളൊരു 100 സ്റ്റുഡൻസേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ വി മാനേജ്. ഇറ്റ് വാസ് വെരി ഗുഡ്. ലൈക്ക് നമ്മളെല്ലാവരും ഒരു വൈബിൽ പോകുന്നുണ്ട്. ഓക്കെ, അത്ര സ്റ്റുഡൻസ് ആണെങ്കിലും അത്യാവശ്യം നമുക്ക് പറ്റാവുന്ന എല്ലാ വൈബും നമ്മൾ എടുത്തിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് പോകുന്നത്. സോ ഇനി കോളേജിൻ്റെ ഡീറ്റെയിൽസ് ആണെങ്കിൽ, നമ്മുടെ കോളേജിൽ ഇപ്പോൾ കറൻ്റ്ലി ഉള്ളത് എഞ്ചിനീയറിംഗ് ബിടെക് ബേസിൽ നോക്കുകയാണെങ്കിൽ ബിടെക്കിൽ AI ഡാറ്റാ സയൻസ് ഉണ്ട്, CSC എഞ്ചിനീയറിംഗ് ഉണ്ട്, പിന്നെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഉണ്ട്. അപ്പോൾ എഞ്ചിനീയറിംഗിൽ 3 ഫീൽഡാണ് വരുന്നത്. പിന്നെ BCA ഉണ്ട്. BCAയിലാണെങ്കിൽ പല സ്പെഷ്യലൈസേഷനിലും വരുന്നുണ്ട്. ചില ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു BCA ആണോ ബിടെക് ആണോ ബെറ്റർ എന്നുള്ളത്. അപ്പോൾ അത് ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സിനെ ബേസ് ചെയ്തിരിക്കും. ബിക്കോസ് സൗണ്ട് ആക്കണ്ട, ബിടെക് ഡ്രീം ചെയ്തിട്ട് വരുന്ന ആളാണെങ്കിൽ ബിടെക് തന്നെ നോക്കിക്കോ, അതായിരിക്കും നല്ലത്. ബിക്കോസ് എഞ്ചിനീയറിംഗ് എന്നുള്ളൊരു ഐഡൻറ്റിറ്റി വേണമെന്ന് വെച്ച് വരുന്നവരാണെങ്കിൽ അത് തന്നെ നോക്കിക്കോ, അതായിരിക്കും ബെറ്റർ. പിന്നെ നിങ്ങൾ ഫ്യൂച്ചർ ഗോളിനനുസരിച്ചിരിക്കും നിങ്ങളുടെ എന്താണെന്നുള്ളത്. സോ പിന്നെ വരുന്നത് BCA. അപ്പോൾ BCA നോക്കുന്ന ആളാണെങ്കിൽ നിങ്ങൾ BCA നോക്കിക്കോ. അപ്പോൾ നിങ്ങൾക്ക് തന്നെ ഉണ്ടാവുമല്ലോ ഒരു ഐഡിയ എന്ത് ചൂസ് ചെയ്യണം എന്നുള്ളത്. പിന്നെ വരുന്ന കോഴ്സ് എന്ന് പറയുന്നത് MBA വരുന്നുണ്ട്, BBA വരുന്നുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഒക്കെ സീറ്റ് ഫുള്ളായി എന്നാണ് തോന്നുന്നത്. ഇനി ആരെങ്കിലും നോക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് DM ചെയ്യുക. എനിക്ക് ഇൻസ്റ്റഗ്രാം വഴിയാൻ പറ്റുമോ, DM ചെയ്താൽ മതി. ഞാനിവിടെ എവിടെയെങ്കിലും ID കൊടുക്കുക, അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുക. സോ പിന്നെന്താണ് മറന്നുപോയി. പിന്നെ ചോദിച്ചിട്ടുണ്ടായിരുന്ന കാര്യം കോളേജിൻ്റെ ലൊക്കേഷൻ എവിടെയാണെന്നുള്ളത് എനിക്ക് കറക്റ്റ് പറഞ്ഞുതരാൻ അറിയില്ല. കാരണം ഞാൻ കാസർഗോഡ് നിന്ന് കോളേജ് വാനിൽ അങ്ങനെ പോവാണ് ചെയ്യുന്നത്. സോ എനിക്ക് കറക്റ്റ് ലൊക്കേഷൻ അറിയില്ല.
മാന്യ മുണ്ടോടു അങ്ങനെ എന്തോ ആണ് ലൊക്കേഷൻ വരുന്നത്. വെയിറ്റ്, ഞാൻ ID കാർഡ് കാണിച്ചു തരാം. സോ യാ, here is the location. I don't know if you could see it. KMCT College of Engineering and Management near KCH Stadium. Okay, KCH Stadium, Mundodu, Manya, Kasaragod. Okay, if you could see it. So അപ്പോൾ എനിക്ക് DM ചെയ്യുകയാണെങ്കിൽ ഞാൻ അഡ്രസ്സ് അതിലോട്ട് ഡയറക്റ്റ് അയച്ചു തരാം. നിങ്ങൾ ഗൂഗിൾ മാപ്പ് വഴിയോ എന്തെങ്കിലും നോക്കിയിട്ട് ഫൈൻഡ് ഔട്ട് ചെയ്തോ. സോ ദാറ്റ്സ് മൈ ബ്രദർ ഗൈസ്. സോ ഇനിയിപ്പോൾ എന്താ, അപ്പോൾ നിങ്ങൾക്കുള്ള ഡൗട്ട്സ് ഒക്കെ ക്ലിയർ ആയെന്ന് കരുതുന്നു. ഐ നോ ഇറ്റ്സ് എ ക്വൈറ്റ് ലോങ് വീഡിയോ. യാ, അപ്പോൾ ഇനി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ DM ചോദിച്ചാൽ മതി. ഇനിയിപ്പോൾ ഞാൻ റീപ്ലൈ തരാം. കംപ്ലീറ്റ്ലി ഫ്രീ ആണ് ഗൈസ്. കുറച്ചൊന്ന് കഴിഞ്ഞാൽ പെരുന്നാൾ വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ വരുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. കഴിഞ്ഞ പെരുന്നാളിന് ഞാൻ വ്ളോഗ് എടുത്തിട്ടില്ല. ഐ ഗസ് ഞാൻ വ്ളോഗ് എടുത്തിട്ടില്ല. കുറച്ച് തിരക്കായി. ഈ നമ്മൾ ബാക്കിയുള്ള പണിയൊക്കെ ഉണ്ടാകുമ്പോഴത്തേക്ക് ഈ വ്ളോഗും കൊണ്ട് നടക്കുക എന്നുള്ളത് വലിയൊരു ടാസ്ക് തന്നെയാണ്. അത് മാനേജ് ചെയ്യാൻ ഭയങ്കര ടാസ്ക്കാണ്. ലൈക്ക് ആ സമയത്താണെങ്കിൽ എൻ്റെ കയ്യിൽ ട്രൈപ്പോഡും ഇല്ല. എൻ്റെ ട്രൈപ്പോഡ് പൊട്ടി എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് മുമ്പത്തെ പെരുന്നാളുണ്ട്. ആ സമയത്ത് പൂച്ച മറിച്ചിട്ട് 2 കണ്ടായതാണ് ഗൈസ്. അതായത് കണ്ട് എന്തെങ്കിലും ഒരു ഭാഷയിൽ വരുന്ന ചെറിയ മിസ്റ്റേക്സ്. ഒരു വീഡിയോയിൽ നിൽക്കണം. എൻ്റെ സ്കിൻ കെയർ പ്രോഡക്റ്റ്സ് ഒക്കെ തീർക്കുന്ന ആളാണ് ഗൈസ്. എല്ലാ സാധനവും ഇട്ട് തീർക്കുന്ന ഒരാളാണ് ഇത്. സോ അപ്പോൾ എത്രയൊക്കെ ഉള്ളൂ നമ്മളെ ഇത് ലോങ് വീഡിയോ. അവൻ്റെ അക്കൗണ്ടായിട്ട് കൊളാബ് ചെയ്യണമെന്നൊരു ആഗ്രഹം. ഞാൻ ഇത് ലോങ് വീഡിയോ എടുക്കുന്നതിനുള്ളൊരു ധാരണ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഓക്കെ, സോ ഇനിയുള്ള വീഡിയോസിൽ അവനും കൂടി നമുക്ക് ഉൾപ്പെടുത്താൻ നോക്കാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.